വകുപ്പില്ല മന്ത്രിമാർ തന്നെയാണിപ്പോൾ കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയം എന്നുള്ളത്. വി ഡി സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ഒരു ദിവസം കഴിഞ്ഞു. മന്ത്രിമാരുടെ വകുപ്പുകളിൽ തർക്കം തുടരുകയാണ്. ഫിഷറീസ് വകുപ്പാണ് ഇപ്പോഴും കീറാമുട്ടിയാകുന്നത്. AP അനിൽകുമാറിന് വൈദ്യുതിക്കൊപ്പം ദേവസ്വം വകുപ്പ് നൽകുന്നതിലും പകരം K മുരളീധരൻ ആരോഗ്യത്തിനൊപ്പം സ്പോർട്സ് കൂടി നൽകുന്നതിലും തർക്കം തുടരുകയാണ്. അതേസമയം ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ശാലിനിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ വകുപ്പില്ല മന്ത്രിമാർ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. ഇന്നെങ്കിലും ഈ വകുപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമോ? ഈ ഫിഷറീസ് വകുപ്പ് എല്ലാവർക്കും വേണം. ഫിഷറീസ് വകുപ്പ് ലീഗ് കടുംപിടുത്തത്തിലാണ്. എങ്ങനെയാണ് വരുന്ന വിവരങ്ങൾ? രാഖി, അശ്വതി, ഗുഡ് മോർണിംഗ്, നമസ്തേ. എന്തായാലും സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരു ദിവസം പിന്നിട്ട് ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോഴും ഈ മന്ത്രിസഭ രൂപീകരിച്ചു, ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്നു, ഇതിപ്പോൾ രണ്ടാമത്തെ മന്ത്രിസഭാ യോഗം ചേരാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലും ആരൊക്കെയാണ്, ഏതൊക്കെ വകുപ്പ് മന്ത്രിമാരാണ് കൃത്യമായി പറയാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഔദ്യോഗിക വിജ്ഞാപനം അടക്കം ഇത് സംബന്ധിച്ച് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, മന്ത്രിമാർ നിശ്ചയിക്കുന്നതിൽ വലിയ തർക്കം, മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ തർക്കം, ഈ വാഹനങ്ങൾ ക്രമീകരിക്കുന്നതിൽ തർക്കം, ഔദ്യോഗിക വസതിക്കായി ഇപ്പോൾ ഈ മന്ത്രിമാർ ആരൊക്കെ എന്ന കാര്യത്തിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ്. KC, RC, VD പക്ഷക്കാർ അങ്ങനെ മന്ത്രിസഭയിൽ പിടിമുറുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതേസമയം തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും കടുംപിടുത്തം തുടരുകയാണ് ഫിഷറീസ് അടക്കമുള്ള വകുപ്പുകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരം KC പക്ഷമായ അനിൽകുമാറിന് വൈദ്യുതിക്കൊപ്പം ദേവസ്വം ബോർഡ് നൽകുന്നതിൽ ചർച്ചകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് ചില റിസർവേഷൻ മന്ത്രിയാണ്, അപ്പോൾ ആ റിസർവേഷന്റെ ഭാഗമായിട്ടുള്ള ചില പട്ടികജാതി വികസന വകുപ്പ് അടക്കമുള്ള വകുപ്പുകൾ നൽകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. പിന്നീടാണ് ഇപ്പോൾ K മുരളീധരനായി നീക്കിവെച്ചിരുന്ന ദേവസ്വം ആരോഗ്യം വകുപ്പുകൾ അദ്ദേഹത്തിന് വിട്ടു നൽകാനായിട്ടുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ നടക്കുന്നത്. അതുമാത്രമല്ല, ദേവസ്വം വകുപ്പിന് പകരം K മുരളീധരന് ആരോഗ്യത്തിനൊപ്പം സ്പോർട്സ് കൂടി നൽകുന്നതിൽ ചർച്ചകൾ നടക്കുകയാണ്. KU ജനീഷ് കുമാർ മന്ത്രിസഭയിലേക്ക് ആദ്യമായി എത്തി, പ്രായം കുറഞ്ഞ മന്ത്രി എന്നൊക്കെയുള്ള ഖ്യാതി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ചുമതലയിലിരിക്കുന്നു. അദ്ദേഹത്തിന് സ്പോർട്സ് നൽകിയെന്നുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്നലെയൊക്കെ നടന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ സ്പോർട്സ് വകുപ്പ് K മുരളീധരന് നൽകി ദേവസ്വം വകുപ്പ് അവിടെ നിന്ന് അനിൽകുമാറിന് നൽകാനായിട്ടുള്ള ചില കടുംപിടുത്തങ്ങളും ചർച്ചകളും നടക്കുകയും ചെയ്തത്. മാത്രമല്ല, ചില വകുപ്പുകളിൽ മന്ത്രിമാർ തന്നെ മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. തങ്ങൾക്ക് ആ വകുപ്പ് പോരാ, മറ്റൊരു വകുപ്പ് വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിലാണ് ഇതിൽ പ്രധാനമായ കടുംപിടുത്തം തുടരുന്നത് എന്നുള്ളതാണ്. ലീഗ് തുടക്കം മുതൽ തന്നെ ഫിഷറീസ് വകുപ്പ് വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ചർച്ചകൾ നടന്നപ്പോഴും അത്തരത്തിൽ 5 മന്ത്രിമാരിൽ ഒരാൾക്ക് ഫിഷറീസ് വകുപ്പ് നൽകണമെന്നുള്ളതാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ പ്രത്യേകമായിട്ടുള്ള ഫിഷറീസ് മന്ത്രാലയം രൂപീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി ലഭിക്കാൻ പോകുന്നത് കോടികളുടെ സഹായമാണ്, വരുമാനമാണ് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ കൂടിയായിരിക്കാം ഒരു പക്ഷേ ഫിഷറീസ് വകുപ്പ് വേണമെന്നുള്ള തർക്കം തുടരുന്നത് എന്നുള്ളതാണ്. കാരണം മുസ്ലിം ലീഗിന് പുറമെ മറ്റ് ചില മന്ത്രിമാർ കൂടി അല്ലെങ്കിൽ വിവിധ പക്ഷക്കാർ കൂടി ഈ ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ വകുപ്പ് വരുന്ന ഫിഷറീസ് വകുപ്പ് വേണമെന്നൊരു ആവശ്യം നിലവിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിലും ഒരു തീരുമാനവും വ്യക്തതയും ഇതുവരെ വന്നിട്ടുമില്ല. പകരം അങ്ങനെ ഫിഷറീസ് വകുപ്പ് നൽകുകയാണെങ്കിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകാമെന്നുള്ളൊരു ഉപാധിയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് സർക്കാരിന് മുൻപിലും KPCC നേതൃത്വത്തിന് മുൻപിലും VD സതീശന് മുൻപിലും വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ ഒരു കീറാമുട്ടിയായുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, വിദ്യാഭ്യാസ വകുപ്പ് അടക്കം ലീഗിന് നൽകിയതിൽ വലിയ രീതിയിലുള്ള ചർച്ചകളും വലിയ രീതിയിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിഭാഗീയത ഇക്കാര്യത്തിൽ ഉണ്ടാകുകയും ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അവർ ഏറ്റെടുത്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് കൂടി വേണം, ഫിഷറീസ് തരികയാണെങ്കിൽ മാത്രം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മറ്റേതെങ്കിലും ഒരു മന്ത്രിക്ക് വിട്ടു നൽകാമെന്നുള്ള ചർച്ചകൾ നടക്കുന്നത്. അതിനിടെ തന്നെ ഈ അനുരഞ്ജന ചർച്ചകളൊക്കെ ലത്തീൻ സഭയുമായിട്ടൊക്കെ നടക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, ധീവരസഭ, ലത്തീൻ സഭ അടക്കം ഈ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിന് വിട്ടു നൽകുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനം രേഖപ്പെടുത്തിയിരുന്നു. സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്ന വേദിയിൽ നിന്നടക്കം ധീവരസഭയും ലത്തീൻ സഭയും വിട്ടുനിന്നതാണ്. ഇന്നലെ ഇപ്പോൾ ഒരു പ്രശ്നപരിഹാരം എന്നോണം ലത്തീൻ അതിരൂപതയെ അനുനയിപ്പിക്കാൻ അവരുമായിട്ടൊരു അഞ്ചന ചർച്ചയുടെ ഭാഗമായിട്ടൊക്കെ തിരുവനന്തപുരത്തെ MLA-യും മന്ത്രിയൊക്കെ ആയ K മുരളീധരൻ ലാറ്റിൻ കത്തോലിക്ക സഭാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്നലെ ലത്തീൻ അതിരൂപതയിൽ എത്തി അദ്ദേഹം നേരിട്ട് ബിഷപ്പും അടക്കമുള്ളവരെ
കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ CP ജോണും CMBയുടെ CP ജോണും അവിടെ എത്തി അനുരഞ്ജന ചർച്ചകൾ നടത്തുകയും ചെയ്തു. പക്ഷേ ആ ചർച്ചകളിലൊന്നും മഞ്ഞുരുകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തർക്കങ്ങളൊക്കെ തുടരുകയാണ്. അതേസമയം തന്നെ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുകയാണ്. നമുക്കറിയാം, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗം, സമ്പൂർണ്ണ ക്യാബിനറ്റിന്റെ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ഇന്നിപ്പോൾ പതിവ് മന്ത്രിസഭാ യോഗം, എല്ലാ ആഴ്ചയും ചേരുന്ന ബുധനാഴ്ചകളിൽ ചേരുന്ന മന്ത്രിസഭാ യോഗം ഇന്ന് രാവിലെ 9:30 നടക്കാൻ പോവുകയാണ്. നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ KSRTC ബസ്സുകളടക്കം സൗജന്യ ടിക്കറ്റ് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ, വനിതകൾക്ക് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുത്തിരുന്നു. കൂടാതെ തന്നെ ഈ ആശാ വർക്കർമാർക്ക് 3000 രൂപ പെൻഷൻ നൽകുന്നതും അംഗനവാടി ടീച്ചർമാർക്ക് ഉൾപ്പെടെ സഹായം ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കടുത്ത അതൃപ്തിയിലാണ്, നമുക്കറിയാം. അപ്പോൾ ഈ ഒരു കടുത്ത അതൃപ്തിയിൽ, അതായത് VD സതീശനൊക്കെ നേരിട്ടെത്തി അനുനയിപ്പിക്കാനുള്ള പല നീക്കങ്ങളും നടത്തിയെങ്കിലും അതെല്ലാം പാളിപ്പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ലീഗ് ഇത്തരത്തിലൊരു കടുംപിടുത്തം, അതായത് ഫിഷറീസ് നൽകിയാൽ മാത്രം ഉന്നത വിദ്യാഭ്യാസം നൽകാം എന്നുള്ള ഒരു കടുംപിടുത്തം നടത്തുമ്പോൾ കോൺഗ്രസ് വിട്ടുതരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടത് ലീഗിന് കോൺഗ്രസ് വഴങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. അത്തരമൊരു സാഹചര്യം മുന്നിലുള്ളപ്പോൾ ഈ ഫിഷറീസ് ഒടുവിൽ ലീഗിന് തന്നെ വിട്ടു നിൽക്കേണ്ടി വരുമോ? നമുക്കതിൽ ഔദ്യോഗികമായിട്ടുള്ളൊരു മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു പക്ഷേ ചരിത്രത്തിലൊക്കെ തന്നെ ആദ്യമായിട്ടായിരിക്കും മന്ത്രിസഭാ യോഗം രണ്ടാമതും ചേരാൻ പോകുന്നു. ഇപ്പോഴും മന്ത്രിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഇങ്ങനൊരു തുടരുന്ന ഒരു അനിശ്ചിതത്വം എന്നുള്ളത്. അതുമാത്രമല്ല, ഈ വകുപ്പുകൾ തമ്മിൽ സംബന്ധിച്ചൊരു തീരുമാനവും ഇപ്പോഴും പറയാതിരിക്കുന്നതും ഒരു പക്ഷേ ഇത് ആദ്യത്തെ സംഭവമൊക്കെ ആയിരിക്കും. എന്തായാലും അക്കാര്യത്തിലൊരു വ്യക്തത നൽകേണ്ടത് ഔദ്യോഗികമായി പൊതുഭരണ വകുപ്പിൻ്റെയൊക്കെ വിജ്ഞാപനമാണ്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണമാണ്. എന്തായാലും രാഖി സൂചിപ്പിച്ചത് പോലെ തന്നെ ലീഗിന് അപ്രമാധിപത്യം ഉണ്ട് ഈ മന്ത്രിസഭയിൽ എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മൾ സത്യപ്രതിജ്ഞാ ചടങ്ങിലും അതിനു മുൻപ് മുഖ്യമന്ത്രി മന്ത്രിമാരുടെ ചർച്ചകളിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അവർ പിടിക്കുന്ന മുയലിന് 3 കൊമ്പ് എന്നുള്ള രീതിയിലുള്ള നിലപാടിലാണ് ലീഗ് ഉറച്ചു നിൽക്കുന്നത്. അതിനെ മറികടക്കാൻ നിലവിലെ സാഹചര്യത്തിലൊന്നും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. മുസ്ലിം ലീഗിന്റെ കടുംപിടുത്തം അവിടെ VD സതീശിനെ കസേരയിലേക്ക് എത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾ കണ്ടതാണ്. എന്തായാലും ഇന്നോ നാളെയോ അക്കാര്യത്തിൽ ഒരു വ്യക്തത തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ലത്തീൻ അതിരൂപതയും കൂടാതെ തന്നെ ധീവരസഭയും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ്. അവരുടെ വിഭാഗത്തിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അതേ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെ തന്നെ ആ കസേരയിൽ കീ പോയിന്റിൽ ഇരുത്തണം എന്നുള്ളതാണ്. അല്ലാത്തൊരാൾ വരികയാണെങ്കിൽ മുതലപ്പുഴി അടക്കമുള്ള സംഭവങ്ങൾ നമുക്കറിയാം. അവിടെ അടക്കം കഴിഞ്ഞ ഒരു വർഷം 80ഓളം പേരാണ് മരണത്തിന് കീഴടങ്ങുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ തന്നെ കസേരയിൽ വരണമെന്നുള്ളതാണ്. അതിന് VD സതീശൻ മന്ത്രിസഭയിൽ അത് തന്നെയാണ് ഇത്രയും നാൾ കണ്ടത്. ഒരു കസേരയ്ക്ക് വേണ്ടിയുള്ള കളികളായിരുന്നു. ഇനി കാണുന്നത് വടംവലിയാണ്. 3-ാം നാളും വകുപ്പുകളിൽ തീരുമാനമായില്ല. എന്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്, കോൺഗ്രസ് ഇത്രയും അതപ്പതിച്ചു, ഘടകകക്ഷികൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന ഒരു ദേശീയ പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചു എന്നതാണ്. കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചെന്നിത്തലയെ വെട്ടി രണ്ടാമനായി കുഞ്ഞാലിക്കുട്ടിയൊക്കെ വന്നത്. അതെ, ഭൂരിപക്ഷം ന്യൂനപക്ഷമാകുന്ന കാഴ്ച അത് ജനം TV തന്നെയാണ് ആദ്യം, അതായത് ഈ ജയത്തോടനുബന്ധിച്ച് വോട്ടെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ ഞങ്ങൾ തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഭൂരിപക്ഷം ന്യൂനപക്ഷമാകുന്ന ഒരു കാഴ്ചയാണ് നിയമസഭയിൽ കാണാൻ സാധിക്കുന്നത്. മന്ത്രിസഭയിലും അങ്ങനെ തന്നെയാണ്. ന്യൂനപക്ഷമാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ള സുപ്രധാന കാര്യം കൂടി നമ്മൾ ഓർക്കണം.